ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പണ്ട് കാലം മുതലേ തന്നെ നമ്മൾ ഭാരതീയർ ജന്മദിനത്തിന് അല്ലെങ്കിൽ പിറന്നാളിനൊക്കെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആചാരവിധി പ്രകാരമൊക്കെ ജനിച്ച നക്ഷത്രത്തിനാണോ അതോ ഡേറ്റ് ഓഫ് ബർത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ഭാരതീയ അല്ലെങ്കിൽ നമ്മുടെ ആചാര വിധി പ്രകാരമൊക്കെ ജനിച്ച നക്ഷത്രത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. പാശ്ചാത്യ കലണ്ടർ പ്രകാരം വരുന്ന ഡേറ്റ് ഓഫ് ബർത്തിനല്ല. ഇംഗ്ലീഷ് കലണ്ടർ വെച്ച് ഇപ്പോൾ ജനുവരി തൊട്ട് വരുന്ന മാസങ്ങളിൽ നമ്മുടെ ഡേറ്റ് ഉണ്ടല്ലോ, ജനിച്ച ഡേറ്റ്, അതിനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ജന്മനക്ഷത്രം വരുന്ന ദിവസം നമ്മൾ പിറന്നാൾ ആഘോഷിക്കണമെന്ന് പറയുന്നത്? ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഭാരതീയ ജ്യോതിഷത്തിൽ അതീവ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ ദശാകാല നിർണയം ഇവയെ അടിസ്ഥാനമാക്കിയാണ്. ജനന മരണ സമയത്തെ നക്ഷത്ര ചന്ദ്ര സ്വഭാവം അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതമെന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത്. അപ്പോൾ അവൻ്റെ ആ മാനസികവും ശാരീരികവുമായ തലങ്ങളും യോഗഫലങ്ങളും ഭാഗ്യനിർഭാഗ്യങ്ങളും എല്ലാം തന്നെ പ്രധാനമായും ഇതിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ താൻ ജനിച്ച നക്ഷത്ര മേഖലയിൽ ചന്ദ്രൻ വീണ്ടും എത്തുന്ന ആ ജന്മദിവസത്തിന് അനുഷ്ഠാനപരമായും ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങളുടെ മേഖലയിലും അതിയായ ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. ദശാകാലത്തിൻ്റെ അടിസ്ഥാനം തന്നെ നക്ഷത്രവും ചന്ദ്രനുമായിരിക്കെ വ്യക്തി ജനിച്ച നക്ഷത്ര മേഖലയിൽ ചന്ദ്രനെത്തുന്ന ദിവസത്തെ ഊർജ സ്വഭാവത്തിന് ആ വ്യക്തിയുമായി ഒരു താദാത്മ്യം കാണുമെന്നത് നമുക്കൊക്കെ ചിന്തിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ദിനത്തിൽ പ്രസ്തുത അല്ലെങ്കിൽ ഏതാണോ ഒരു വ്യക്തി അനുഷ്ഠിക്കുന്ന ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾക്ക് കൂടുതൽ ഫലദാന ശേഷി അവിടെ ലഭിക്കുന്നു. ഇനി മാസം തോറും വരുന്ന ജന്മനക്ഷത്രം എല്ലാ മാസങ്ങളിലും വരുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഇപ്പം ഞാൻ ജനിച്ചത് എൻ്റെ നക്ഷത്രം ഏതാണോ, ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ നക്ഷത്രം പുണർദമാണെന്ന് കരുതുക. അപ്പോൾ ആ പുണർദം നക്ഷത്രത്തിൽ ഞാൻ ജനിച്ചത് അതെല്ലാ മാസത്തിലും പുണർദം നക്ഷത്രം വരുന്നുണ്ട്. അപ്പോൾ മാസം തോറും വരുന്ന ജന്മനക്ഷത്രത്തിൽ ശാന്തികർമ്മങ്ങളും പൗഷ്ടിക കർമ്മങ്ങളും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും ഇതൊക്കെ തന്നെയാണ്. ഇനി ആണ്ട് പിറന്നാളാകട്ടെ ജനിച്ച നക്ഷത്രത്തിൽ ചന്ദ്രൻ എത്തുന്ന ദിവസത്തോടൊപ്പം സൂര്യൻ ജനന സമയത്തെ സൂര്യസ്ഥിത രാശിയിൽ തന്നെ വീണ്ടും എത്തുന്ന ദിവസവുമാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യമൊക്കെ നമ്മൾ കൊടുക്കുന്നതും. ഇങ്ങനെ 60 വർഷം കഴിയുമ്പോൾ ഏറെക്കുറെ എല്ലാ ഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയിൽ എത്തുന്നു. അതാണ് നമ്മൾ ഷഷ്ടിപൂർത്തിയായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നതും അതിൻ്റെ പ്രാധാന്യവും ഇതാണെന്നാണ് പറയുന്നത്. ഇനി പതിവായി ജന്മ നക്ഷത്രം തോറും വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടുപോയാൽ അത് ഗ്രഹപ്പിഴകളും ബാധിക്കാതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഉത്തമ കർമ്മം തന്നെയാണ്. ഇനി സാമാന്യമായി ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ ഈ ജന്മനാൾ തോറും, അതായത് മാസത്തിൽ വരുന്ന നമ്മുടെ ഏതാണോ ജന്മനക്ഷത്രം ആ നാളിന് എല്ലാ മാസവും നടത്തുന്നത് കൊണ്ട് തന്നെ പൊതുവായ ദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതായാണ് കണ്ടുവരുന്നത്. ഇനി ദശാനാഥനായ ഗ്രഹത്തിനുള്ള പൂജ കൂടി ജന്മനാൾ തോറും നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇനി ജന്മനക്ഷത്ര ദിവസം അതികാലത്ത് ഉണരുക, രാവിലെ കുളിക്കുക, നല്ല ജീവിത രീതി, അഹിംസയും വ്രതശുദ്ധി തുടങ്ങിയവയൊക്കെ നമ്മൾ ശീലിക്കേണ്ടതാണ്. എണ്ണ തേച്ച് കുളി, അതുപോലെ ക്ഷൗരം, മൈഥുനം, ശ്രാദ്ധം, ചികിത്സ, യാത്രാരംഭം, വിവാഹം, ഇങ്ങനെ ഓപ്പറേഷന്, ഉപനയനം, അങ്ങനെ സീമന്തം, വാഹനാരോഹണം, അങ്ങനെ അതുപോലെ തന്നെ എന്തെങ്കിലും കർമ്മങ്ങൾ, പ്രേതക്രിയകൾ, സാഹസകർമ്മങ്ങൾ, യുദ്ധം, ഇനി മത്യാദി സേവ, ഔഷധ സേവ തുടങ്ങിയവയൊന്നും ഈ ജന്മനക്ഷത്ര ദിവസം പാടില്ല. അതായത് ഓരോ മാസത്തിലും നമ്മൾ ജനിച്ച ആ നക്ഷത്രം ആ നാളെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി ക്ഷേത്ര ദർശനം, പുണ്യകർമ്മങ്ങളും പൂജാതി കാര്യങ്ങൾ,
പുതുവസ്ത്ര ഭരണാദി ധാരണം, ഇനി പുത്തിരിയൂണ തുടങ്ങിയവ ജന്മനക്ഷത്രത്തിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് യാതൊരു ദോഷവും അവിടെ സംഭവിക്കുന്നില്ല. ഇനി ആണ്ടുപിറന്നാളിന് ദാനം ഒരു പ്രധാന കർമ്മമാണ്. നമ്മുടെ ജനിച്ചത് ഏത്, നമ്മുടെ ഒരു വർഷത്തിൽ ആ നാൾ എല്ലാ മാസത്തിലും നമ്മുടെ നാൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ ജനിച്ചത് ഏത് മാസത്തിലാണോ അന്നേ ദിവസം ഈ ദാനം ചെയ്യുന്നത് വളരെ ബലവത്തായ നല്ലൊരു കർമ്മമാണ്. അതിൽ അന്നദാനം കൊടുക്കാം. അത് ഏറ്റവും നല്ല ദാനമാണ് അന്നദാനം. നീ ഉദയസമയം ഏകദേശം 6 നാഴികയെങ്കിലും നക്ഷത്രമുള്ള ദിവസമാണ് ജന്മനക്ഷത്രമായിട്ട് കൂടുതലും നമ്മൾ കണക്കാക്കുന്നത്. ഇനി ജന്മനക്ഷത്രം 6 നാഴികയിൽ കുറവാണെങ്കിൽ തലേ ദിവസം ജന്മനാളായിട്ട് നമ്മൾ അത് നാഴികയൊക്കെ നോക്കി നമ്മൾ കൂടുതലും അതിൻ്റെ സമയം നോക്കി അത് നമ്മൾ തലേ ദിവസമാണെങ്കിൽ അത് നമ്മുടെ ജന്മനാളായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഓരോ ആഴ്ച ദിവസങ്ങളിൽ പിറന്നാൾ വന്നാൽ അതിന് പ്രത്യേക ബലം പറയുന്നുണ്ട്. അതായത് ഓരോ ദിവസവും നമുക്ക് ഞായർ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പിറന്നാൾ ഓരോ മാസങ്ങളിലും മാറി മാറി വരും അല്ലേ, എല്ലാ വർഷങ്ങളിലും. ഇപ്പോൾ ഈ വർഷം ഒരു ഞായറാഴ്ച ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം നമ്മൾ ബുധനാഴ്ച ആയിരിക്കും നമ്മുടെ പിറന്നാൾ വരുന്നത്. അപ്പോൾ അത് ഓരോ ദിവസം വരുന്നതിനൊക്കെ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞായറാഴ്ച വരികയാണെങ്കിൽ ദൂരയാത്രയും, ഇനി തിങ്കളാഴ്ച ആണെങ്കിൽ മൃഷ്ടാന്ന ഭോജനവും, ചൊവ്വാഴ്ചയാണെങ്കിൽ മഹാവ്യാധി, ബുധനാഴ്ച വിദ്യാലാഭം, വ്യാഴാഴ്ച ഭാഗ്യപുഷ്ടി, ഐശ്വര്യം, ദൈവാനുഗ്രഹം, വിശേഷ വസ്ത്രലാഭം, വെള്ളിയാഴ്ചയാണെങ്കിൽ സൗഭാഗ്യവും, ശനിയാഴ്ചയാണെങ്കിൽ മാതാപിതാക്കൾക്ക് അരിഷ്ടയുമാണ്. ഇതിൽ ദോഷഫലങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് പിറന്നാൾ ദിവസം ആഴ്ചയുടെ അധിപനായ ഗ്രഹത്തെ കൂടി നമ്മൾ പൂജിക്കുക. അത് ഞായറാണെങ്കിൽ ഞായറാഴ്ചയാണ് സൂര്യദേവനെ നമ്മൾ കൂടുതൽ പൂജിക്കേണ്ട ദിവസം. സൂര്യൻ്റെ ദിവസം ഞായറാണ്. തിങ്കളാണെങ്കിൽ തിങ്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ചന്ദ്രനാണ്. ഇനി ചൊവ്വയാണെങ്കിൽ കുജനെയും, ബുധനാണെങ്കിൽ ഗ്രഹമായ ബുധനെ തന്നെയും, വ്യാഴമെങ്കിൽ ഗുരുവിനെയും, വെള്ളിയെങ്കിൽ ശുക്രനെയും, ശനിയെങ്കിൽ ശനിദേവനെയും ഒക്കെ പൂജിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി ജന്മനക്ഷത്ര ദിവസം നക്ഷത്രത്തിൻ്റെ മൃഗം, പക്ഷി എന്നിവയ്ക്ക് ആഹാരം കൊടുക്കുന്നതും, അതായത് നമുക്ക് ഓരോ നക്ഷത്രത്തിനും മൃഗങ്ങളും പക്ഷികളും വൃക്ഷവും ഒക്കെയുണ്ട്, ദേവതകളൊക്കെ ഉണ്ട്, ദേവതമാരും ഒക്കെ ഓരോ ജന്മനക്ഷത്രത്തിനും ഓരോ വ്യക്തികൾക്കും വരുന്ന ആ നാളിനെല്ലാം ഉണ്ട്. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ മൃഗം, പക്ഷി എന്നിവയ്ക്ക് ആഹാരം കൊടുക്കുന്നതും ഇനി വൃക്ഷം നട്ട് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതുമൊക്കെ ഐശ്വര്യവും ആയുസ്സും കൈവരുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ബലം നൽകുന്ന കാര്യങ്ങളാണ് അന്നേ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ ഈ ജന്മനക്ഷത്രമാണ് നമ്മൾ കൂടുതലും നമ്മുടെ പിറന്നാളായിട്ട് എടുത്ത് അത് ആഘോഷിക്കേണ്ടതും. അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി പൂജകളൊക്കെ ചെയ്തും ദാനധർമ്മങ്ങളൊക്കെ ചെയ്തുമൊക്കെ നമ്മൾ ആഘോഷിക്കേണ്ടത് ജന്മദിനത്തിൻ്റെ ആ നാളിനാണ്, അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്തിനല്ല. ചിലർ എപ്പോഴും ഡേറ്റ് ഓഫ് ബർത്തൊക്കെയാണ് ആഘോഷിക്കുന്നത്. എങ്കിലും കൂടുതലും പ്രാധാന്യം നമ്മുടെ ജ്യോതിഷ വിധി പ്രകാരം, നമ്മുടെ ഭാരതീയ വിശ്വാസപ്രകാരവും ജന്മദിനത്തിൻ്റെ പ്രാധാന്യം ജനിച്ച ആ ജന്മ നക്ഷത്രം വരുന്ന ദിവസമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരെ നന്ദി, നമസ്കാരം.